ഹായ് മക്കളെ, CUT എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടാൻ? പല ആളുകളുടെയും സംശയമാണ്, എത്രയാണ് കട്ട് ഓഫ് മാർക്ക്, എത്ര മാർക്ക് സ്കോർ കിട്ടിയാലാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ഒരു സേഫ് സ്കോർ എന്നൊക്കെയാണ് പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഉള്ള സംശയം എന്ന് പറയുന്നത്. അപ്പം അതിനൊരു പരിഹാരം തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടോ, കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളത്, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. CUT ബന്ധപ്പെട്ടുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചാനലാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ CUT-യിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ CUT-യിൽ നിങ്ങൾ കട്ട് ഓഫ് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് CUT-യുടെ ഒരു സെനാരിയോ, മാർക്കിംഗ് സെനാരിയോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CUT എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഓരോരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ എക്സാമിനേഷൻ എഴുതുന്നത് എന്നുള്ളതാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സിനും കൂടി അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പേപ്പറുകൾ എഴുതുന്നത്. അപ്പോൾ ഇത്രയും പേപ്പർ എഴുതണം എന്നുള്ളത് യാതൊരു നിർബന്ധവുമില്ല. അതായത് നിങ്ങൾ നിർബന്ധമായിട്ടും 5 വിഷയം എഴുതണം, നിങ്ങൾ നിർബന്ധമായിട്ടും 4 വിഷയം എഴുതണം, നിങ്ങൾ നിർബന്ധമായിട്ടും 3, അങ്ങനെയൊന്നുമില്ല ഉള്ളത്. പക്ഷേ എങ്ങനെയാണ് നിർബന്ധമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയും കൃത്യമായിട്ട്. നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BSc മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പേപ്പറുകൾ ഇന്നതൊക്കെയാണ്. നിങ്ങൾ BA പൊളിറ്റിക്കൽ സയൻസ് ആണ് നോക്കുന്നതെങ്കിൽ എഴുതേണ്ട പേപ്പറുകൾ ഇന്നതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറയും. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എഴുതുന്നത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് സബ്ജക്റ്റുകളുണ്ട്, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകളുണ്ട്. എല്ലാത്തിനും നിങ്ങൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേപ്പറിന് 50 ചോദ്യം ഉണ്ടാവുക. അതിൽ 40 ചോദ്യമാണ് എഴുതേണ്ടത്. 40 ചോദ്യം ഇൻറ്റു 5, അതായത് 5 മാർക്കാണ് ഉത്തരം ശരിയാൽ കിട്ടുക. അങ്ങനെ 200 മാർക്കാണ് എന്നുള്ളത് ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് ടോട്ടൽ മാക്സിമം കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ മാർക്കിംഗ് സ്കീം വെച്ചിട്ട്. അപ്പോൾ 50 ചോദ്യത്തിൽ നിന്നും 40 ചോദ്യമേ എഴുതേണ്ടതുള്ളൂ. ആ 40 ചോദ്യത്തിന് 5 മാർക്ക് വീതം കൂട്ടിക്കഴിഞ്ഞാൽ 200 മാർക്കാണ് ഒരു സബ്ജക്റ്റിനുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് മാത്രമാണ് ഒരാൾ എഴുതുന്നെങ്കിൽ 200 മാർക്ക്. ഇനിയിപ്പം ഹിസ്റ്ററിയും സോഷ്യോളജി എഴുതുകയാണെങ്കിൽ അങ്ങനെ 200 മാർക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനറൽ ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ ടെസ്റ്റ് 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 50 ചോദ്യം എഴുതിയാൽ മതി. 50 ചോദ്യത്തിൽ 5 ഇൻറ്റു എന്ന് പറയുമ്പോൾ 250 ആണ് എന്ത് ചെയ്യുന്നത്, ജനറൽ ടെസ്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന മാർക്കിംഗ് സ്കീം മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജും 3 ഡൊമൈൻ സബ്ജക്റ്റ് എഴുതുകയാണെങ്കിൽ 600 + 250, 850 മാർക്ക് എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക്. മാക്സിമം ടോട്ടൽ മാർക്ക് 850 ആയിരിക്കും. ഇനി ഒരാൾ 3 ഡൊമൈൻസ് മാത്രമാണ് എഴുതുന്നതെങ്കിൽ അയാളുടെ എന്താണ് 600 മാർക്കിലായിരിക്കും എക്സാമിനേഷൻ. ഒരാൾ ലാംഗ്വേജ് 3 ഡൊമൈൻ സബ്ജക്റ്റ് അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എല്ലാം കൂടി എഴുതുകയാണെങ്കിൽ 800-ഉം അങ്ങനെ നോക്കുകയാണെങ്കിൽ 1050 എക്സാമിനേഷൻ എഴുതുന്നുണ്ടാവുക. അതായത് ഇത്രയിലാണ് മാർക്ക് എന്നുള്ളത് പറഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അതായത് എത്രയാണ് CUT-യിൽ മാർക്ക് കിട്ടുന്നത് വെച്ചാൽ, ഒരാൾക്ക് 800 കിട്ടി. അപ്പോൾ 800 എങ്ങനെ കിട്ടുക, 3 വിഷയമല്ലേ എഴുതിയുള്ളൂ, അപ്പോൾ 800 എങ്ങനെ കിട്ടുക എന്നുള്ള കൺഫ്യൂഷൻ എന്ത് ചെയ്യേണ്ടില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഓരോരുത്തരും എഴുതുന്ന സബ്ജക്റ്റിനനുസരിച്ചാണ് അയാളുടെ മാർക്കിംഗ് സംവിധാനം ഉണ്ടാവുക എന്നതാണ്. ഇനിയിപ്പോൾ ഒരാൾ കൂടുതൽ ഡൊമൈൻ എഴുതിയെന്ന് കരുതുക, 4 ഡൊമൈൻ എഴുതി, വീണ്ടും അയാളുടെ ടോട്ടൽ മാർക്ക് കൂട്ടും. പക്ഷേ യൂണിവേഴ്സിറ്റി പരിഗണിക്കുന്നത് നിങ്ങളുടെ കോഴ്സ് ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്നതാണ്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് BA പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് 800-ലാണ് നിങ്ങളുടെ മാർക്ക് ഉണ്ടാവുക. 800-ലാണ് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുക. നിങ്ങൾ എന്തായാലും ഒരു 750+ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ സ്കോർ ചെയ്യേണ്ടി വരും. അത് വളരെ നിർബന്ധമാണ്.
അതേപോലെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള ക്യാമ്പസുകളിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് ഒരു 750+ ഒക്കെയാണ് സേഫ് സ്കോർ എന്ന്. ഇനി ഒരാൾ 700+ ആണെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ക്യാമ്പസുകളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോൾ BHU, അതുപോലെ തന്നെ പിന്നെ ജാമിയ, അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടൊക്കെയുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് ഇതിൻ്റെ സ്വഭാവം മാറുന്നതാണ്. അപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ആയിരിക്കും എഴുതാണ്ടാവുക. ചില സബ്ജക്റ്റുകൾക്ക് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് എഴുതാണ്ടാവുമെങ്കിൽ ജനറൽ ടെസ്റ്റിന് 200, 250, 480 മാർക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ 450 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് 370+ ഒക്കെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എന്താണ്, നിങ്ങൾ ഒരു സേഫ് സ്കോറിലാണ് എന്ന് ഏകദേശം പറയാം. കാരണം ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പീപ്പിൾ എന്നുള്ളത്. എങ്ങനെയാണ് അപ്പോൾ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സ്കോറുകൾ 3 സബ്ജക്റ്റാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 600 മാർക്കിൽ നിങ്ങൾക്കൊരു 550+ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ഈ പറയുന്ന പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ BHUലൊക്കെ ആണെങ്കിൽ ജനറൽ ടെസ്റ്റ് മാത്രമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഒരു 250 ഒരു 220 ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം സേഫാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ അതിൽ കട്ട് ഓഫിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിനെന്താണ് പരിഗണിക്കുക എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട് ഓഫിനെ ഇത്രേ മനസ്സിലാക്കേണ്ടതുള്ളൂ. കട്ട് ഓഫ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ എക്സാമിനേഷൻ 500 മാർക്കിൻ്റെ എക്സാമിനേഷൻ എഴുതാണെന്ന് കരുതുക. 500 മാർക്കിൻ്റെ എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ പറയുകയാണെന്ത്, 200 മാർക്കിന് മുകളിൽ കിട്ടിയ ആളുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണെന്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത്. CUT എക്സാമിനേഷൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CUT എക്സാമിനേഷൻ ഈ കട്ട് ഓഫ് ക്രൈറ്റീരിയ അല്ല. ചില യൂണിവേഴ്സിറ്റികൾ പറയുന്നുണ്ട്, ഇപ്പോൾ JNU അവരുടെ കട്ട് ഓഫ് പബ്ലിഷ് ചെയ്യാറുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾ മാത്രമേ കട്ട് ഓഫ് ആയിട്ട് പബ്ലിഷ് ചെയ്യാറുള്ളൂ. മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്ത ആളുകളിൽ ടോപ്പ് മാർക്കുള്ള ആളുകളെ അല്ലെങ്കിൽ ടോപ്പ് മാർക്കുള്ള ആളുകളെ വെച്ചുകൊണ്ട് എന്താവും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ 800 മാർക്കുള്ള ഒരാളുണ്ട്, 600 മാർക്കുള്ള ഒരാളുണ്ട്, 500 മാർക്കുള്ള ഒരാളുണ്ട് എങ്കിൽ ആദ്യം 800 മാർക്കുള്ള ഒരാൾ, പിന്നെ 600 മാർക്കുള്ള ഒരാൾ, 500 മാർക്കുള്ള ഒരാൾ എന്നുള്ള സ്വഭാവത്തിലാണല്ലോ വരിക. ചിലപ്പോൾ 800 മാർക്കുള്ള ഒരാൾ ആ യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആര് മുകളിലേക്ക് വരും, 600 മാർക്കുള്ള ആൾ മുകളിലേക്ക് വരും. അപ്പം യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത ആളുകൾക്കനുസരിച്ചാണ് എന്തെന്നത് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ സ്വഭാവം വരുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ റാങ്ക് ലിസ്റ്റിൽ തന്നെയുള്ള ടോപ്പിലുള്ള ആളുകൾ വേറെ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇപ്പോൾ BA ഹിസ്റ്ററി നോക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ BSc ഫിസിക്സോ BSc സൈക്കോളജിയോ ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ടാവും. അവരുടെ പ്രിഫറൻസിൽ പല യൂണിവേഴ്സിറ്റി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അയാൾ അഡ്മിഷൻ എടുക്കുമ്പോൾ മറ്റു യൂണിവേഴ്സിറ്റിയിൽ ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ്, സെക്കൻഡ് റാങ്ക് ലിസ്റ്റ്, തേർഡ് റാങ്ക് ലിസ്റ്റ്, ഫോർത്ത് റാങ്ക് ലിസ്റ്റ്, പിന്നെ അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ മാക്സിമം സബ്ജക്റ്റുകൾ എഴുതുക എന്നുള്ളതാണ് ഇതിലുള്ള ബേസിക് ക്രൈറ്റീരിയ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലുള്ള ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരമാവധി വിഷയങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, പരമാവധി വിഷയങ്ങൾ നിങ്ങൾ എഴുതുക, പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കോർ ചിലപ്പം കുറഞ്ഞാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടാവും. ഒരു പക്ഷേ യൂണിവേഴ്സിറ്റികൾക്കനുസരിച്ച് കോഴ്സിനനുസരിച്ച് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനിയും സംശയങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. CUTയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മക്കളെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.